My dear friends, today I want to talk to you about how to use our spiritual gifts to serve others. പ്രിയ സ്നേഹിതന്മാരെ, മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആത്മീയ വരങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. We read in 1 Corinthians chapter 12 from verse 4 to 7. There are different kinds of gifts, but they are all given to the believers by the same Spirit. 1 കൊരിന്ത്യർ 12:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. There are different ways to serve, but they all come from the same Lord. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. There are different ways the Spirit works, but the same God is working in all these ways in all people. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. The Holy Spirit is given to each of us in a special way. സവിശേഷമായ രീതിയിലാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. That is for the good of all. അത് പൊതുപ്രയോജനത്തിനാണ്, എല്ലാവരുടെയും നന്മയ്ക്കാണ്. Yes, my dear friends, God gives us not only gifts and talents, but He gives us spiritual gifts. അതെ പ്രിയ സ്നേഹിതന്മാരെ, ദൈവം നമുക്ക് കൃപാവരങ്ങളും താലന്തുകളും മാത്രമല്ല നൽകുന്നത്, ദൈവം നമുക്ക് ആത്മീയമായ വരങ്ങളും ധാരാളമായി നൽകുന്നു. It is given to each one of us in a special way. അത് സവിശേഷമായ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നു. And it is for the good of all. അത് പൊതുപ്രയോജനത്തിനാണ്, എല്ലാവരുടെയും നന്മയ്ക്കാണ്. Just as each part of our human body has a unique function, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിരവധി അവയവങ്ങളുണ്ട്. ഓരോ അവയവങ്ങൾക്കും അവയുടേതായ പ്രവർത്തനങ്ങളുണ്ട്. we as God's people possess spiritual gifts. അതുപോലെ ദൈവമക്കളായ നമ്മൾ ആത്മീയമായ വരദാനങ്ങൾ സ്വന്തമാക്കുന്നു, which is used to edify, strengthen people and serve them. ജനങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ സേവിക്കുവാൻ നമ്മൾ ആ വരങ്ങൾ ഉപയോഗിക്കുന്നു. Yes, God uniquely equips us with gifts, talents, skills and passions. അതെ, ആത്മീയമായ വരങ്ങളും താലന്തുകളും അതുപോലെ തന്നെ സാമർത്ഥ്യവും നൽകി ദൈവം സവിശേഷമായ രീതിയിൽ നമ്മെ സജ്ജരാക്കുന്നു. And we as children of God have the opportunity to use it to point people to Jesus. അതിലൂടെ ദൈവമക്കളെന്ന നിലയിൽ ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. Now more than ever, people need to feel and taste the love of God. ഇപ്പോൾ എല്ലാറ്റിനും ഉപരിയായി ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. Many times we ask God to fill us with His gifts so that our problems will go away. പലപ്പോഴും ദൈവം തന്റെ കൃപാവരങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നതിനു വേണ്ടി നമ്മൾ ദൈവത്തോട് യാചിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങളും നമ്മെ വിട്ട് പോകുമല്ലോ. So that our weaknesses will go away. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല ബലഹീനതകളും നമ്മെ വിട്ട് പോകുമല്ലോ. God equips us with these spiritual gifts to serve others. എന്നാൽ മറ്റുള്ളവരെ സേവിക്കുന്നതിനു വേണ്ടി ദൈവം ഈ ആത്മീയമായ കൃപാവരങ്ങൾ നൽകി നമ്മെ ഓരോരുത്തരെയും സജ്ജരാക്കുന്നു. We see in 1 Peter 4:10. 1 പത്രോസ് 4:10 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: As each has received a gift, use it to serve one another as good stewards of God's varied grace. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. Yes, my friends, the Bible lists out several spiritual gifts that we receive. അതെ എൻ്റെ സ്നേഹിതന്മാരെ, നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായ വിവിധമായ ആത്മീക കൃപാവരങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. We read in Hebrews 2:4. എബ്രായർ 2:4 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: God also testified to it by signs, wonders and various miracles. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? Yes, and the gifts of the Holy Spirit distributed according to His will. അതെ, ദൈവത്തിന്റെ ഹിതാനുസരണമാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമുക്ക് നൽകപ്പെടുന്നത്. God will empower you today with His Spirit to see these signs, wonders and miracles. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണത്തക്കവണ്ണം ദൈവം തീർച്ചയായും നിങ്ങളെ ശാക്തീകരിക്കും. Through the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ മുഖാന്തരം ദൈവം നിങ്ങളെ ശാക്തീകരിക്കും. When my grandfather accepted the Lord, എന്റെ വലിയപ്പച്ചൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ he was
waiting for the Lord to fill him with the Holy Spirit. ദൈവം പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറയ്ക്കുന്നതിനു വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. He was praying and praying and praying for 7 years. അദ്ദേഹം 7 വർഷങ്ങൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. He said, Lord, fill me with the Holy Spirit. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. I want to do signs and wonders and miracles to glorify your name in this nation. ഈ ദേശത്ത് അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But for 7 years, God made him wait. എന്നാൽ അദ്ദേഹം 7 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ദൈവം അദ്ദേഹത്തെ കാത്തിരിക്കുമാറാക്കി. And one day, as he was praying, ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ he was very frustrated. അദ്ദേഹം വളരെയധികം നിരാശയോടെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. He was very tired of waiting. അദ്ദേഹം കാത്തിരുന്ന് ക്ഷീണിച്ചിരുന്നു. During that time, as he was praying, God took him to heaven. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ദൈവം അദ്ദേഹത്തെ ആത്മാവിൽ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. And he showed him all the times that he was praying. അദ്ദേഹം പ്രാർത്ഥിച്ച സമയങ്ങളെല്ലാം ദൈവം അദ്ദേഹത്തിന് വ്യക്തമായി കാണിച്ചു കൊടുത്തു. When he would cycle to work, അദ്ദേഹം ജോലിക്ക് സൈക്കിളിൽ പോകുമ്പോഴും he would be praying, Lord, fill me with the Holy Spirit. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ അങ്ങ് നിറയ്ക്കണമേ. All those small days of prayer, God showed him right in front of his eyes. അന്ന് അദ്ദേഹം അർപ്പിച്ച ചെറിയ ചെറിയ പ്രാർത്ഥനകളെല്ലാം ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതെല്ലാം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. And he said, my son, I've never forgotten what you prayed. ദൈവം പറഞ്ഞു, എൻ്റെ മകനെ, നീ അർപ്പിച്ച പ്രാർത്ഥനകൾ ഒരിക്കലും ഞാൻ മറന്നു കളഞ്ഞിട്ടില്ല. And Jesus was speaking to him in heaven. യേശു സ്വർഗത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. Then he took him to see the Almighty God, the Father. പിന്നീട് സർവശക്തനായ പിതാവിനെ കാണുവാൻ യേശു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. Grandfather said it's a very majestic place. എൻ്റെ വലിയപ്പച്ചൻ പറഞ്ഞു, അത് രാജകീയ പ്രൗഢിയുള്ള ഒരു സ്ഥലമായിരുന്നു. It was like a cloud was covering him. സർവശക്തനായ പിതാവിനെ ഒരു മേഘം മൂടിയിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. And as the cloud moved, he could see a bright light and a figure of a young man, like a 17-year-old boy. ആ മേഘം മാറിപ്പോയപ്പോൾ അദ്ദേഹത്തിന് അത്യുജ്വലമായ ഒരു വെളിച്ചം കാണുവാൻ സാധിച്ചു. മാത്രമല്ല, 17 വയസ്സ് പ്രായമുള്ള അതിസുന്ദരനായ ഒരു ബാലന്റെ രൂപവും കാണാൻ And a സാധിച്ചു. voice came like thunder asking my അപ്പോൾ grandfather, ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദത്തിൽ ദൈവം എൻ്റെ പിതാവിനോട് ചോദിച്ചു, what do you want? നിനക്ക് എന്തു വേണം? And my grandfather was shivering. എൻ്റെ വലിയപ്പച്ചൻ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. He didn't know what to say. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. And he wanted to say that he wanted the gifts of the Spirit. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ വേണമെന്ന് പറയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. Then he said, do you not want me? അപ്പോൾ പിതാവ് അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്നെ ആവശ്യമില്ലേ? നിനക്ക് എന്നെ വേണ്ടേ? And then my grandfather said, oh Lord, I want you. അപ്പോൾ എൻ്റെ വലിയപ്പച്ചൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങയെ മാത്രം മതി. I don't want anything else, I only want you. എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് അങ്ങയെ മാത്രം മതി. In the same way, when we have God, we have everything in our life. അതുപോലെ തന്നെ ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സകലതും ഉണ്ടെന്ന് പറയാം. When we are filled with the Spirit of God, we don't need anything else. നമ്മൾ ദൈവാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ മറ്റൊന്നും നമുക്ക് ആവശ്യമില്ലാതെയാകും. He himself is all that we need. ദൈവം തന്നെ നമുക്ക് ആവശ്യമുള്ള സകലതുമായിരിക്കും. Even in your life, he will be all that you need. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം മാത്രമായിരിക്കും. Directing your steps and leading you where you need to go. ദൈവം നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും. നിങ്ങൾ എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് നിങ്ങളെ വഴി നടത്തും. How many of you are saying, I want Jesus? എനിക്ക് യേശുവിനെ വേണമെന്ന് നിങ്ങളിൽ എത്ര പേർ പറയുന്നുണ്ട്? Amen. God will fill you with himself today. ആമേൻ. ഇന്ന് ദൈവം തന്നാൽ തന്നെ നിങ്ങളെ നിറയ്ക്കും. So how do we use these gifts? ആകയാൽ നമ്മൾ എങ്ങനെയാണ് ഈ വരദാനങ്ങൾ ഉപയോഗിക്കേണ്ടത്? The gifts that God gives you and God's mission go hand in hand. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളും അതുപോലെ തന്നെ ദൈവത്തിന്റെ ദൗത്യവും പരസ്പരം Your ബന്ധപ്പെട്ടിരിക്കുന്നു. calling is what God has put in your heart as a way to serve him. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവവിളി ദൈവത്തെ സേവിക്കുവാനുള്ള ഒരു വഴിയാണ്.
And the way you use your gifts is putting action to that calling and serving others and building up God's people. നിങ്ങൾ നിങ്ങളുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്ന വിധമെന്ന് പറഞ്ഞാൽ ദൈവജനത്തെ കെട്ടിപ്പടുക്കുന്നതിനും നിങ്ങൾ ആ ദൈവവിളിയെ പ്രാവർത്തികമാക്കുക എന്നതാണ്. Maybe you have a gift for teaching children or teens. ഒരുപക്ഷെ കുട്ടികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള കൃപാവരം നിങ്ങൾക്കുണ്ടായിരിക്കാം. Or you get so much joy and fulfillment serving the poor. അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സേവിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷം Maybe you ലഭിക്കുന്നുണ്ടായിരിക്കാം. enjoy writing or speaking. ഒരുപക്ഷെ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ആത്മീയ ലേഖനങ്ങൾ എഴുതുന്നത് നിങ്ങൾ ആസ്വദിക്കുകയാവാം. Maybe you enjoy playing music or serving in media. ഒരുപക്ഷെ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ മീഡിയ മുഖാന്തരം ദൈവത്തെ സേവിക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കാം. Or you enjoy leading the people in some way. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ജനങ്ങളെ നയിക്കുന്നതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരിക്കാം. Whatever it is, know that God can use it. അത് എന്ത് തന്നെ ആയാലും ദൈവത്തിന് അത് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിയുവിൻ. And He wants to use it for His glory, അത് തന്റെ നാമമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. not to bring someone else glory, മറ്റുള്ളവരുടെ മഹത്വത്തിനു വേണ്ടിയല്ല, not to bring some man glory, ഒരു മനുഷ്യന് മഹത്വം നൽകുന്നതിന് വേണ്ടിയല്ല, but to bring God glory. എന്നാൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Whatever you do, use it for the kingdom of God. നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുവിൻ. And once you get out of your comfort zone and start going out there and using your gifts, ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തു വന്ന് പുറപ്പെട്ടു പോയി ദൈവത്തിനു വേണ്ടി കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയാൽ God will give you more and more and more gifts and increase you. ദൈവം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കൃപാവരങ്ങൾ നൽകും, നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. You may have one gift today, നിങ്ങൾക്കിന്ന് ഒരു കൃപാവരം ഉണ്ടായിരിക്കാം. but as days go by, as you start using it faithfully, God will give you more and more and more. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും നിങ്ങൾ വിശ്വസ്തയോടെ ആ കൃപാവരം ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങൾക്ക് കൂടുതൽ കൃപാവരങ്ങൾ നൽകും. In Acts 2:17 we see in the last days God says, I will pour out my spirit on all people. Your sons and daughters will prophesy, your young men will see visions, and your old men will dream dreams. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. Today God wants you to be filled with His Spirit to serve others. ഇന്ന് മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടി നിങ്ങളും ദൈവാത്മാവിനാൽ നിറയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And exhibit His glory wherever you go. നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ മഹത്വം പ്രദർശിപ്പിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. You shall prophesy and prepare the world for the second coming of Jesus. നിങ്ങൾ പ്രവചിക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കണം. When you start living your life for others, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, praying for others, മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുമ്പോൾ, the lack in your life will disappear. നിങ്ങളുടെ ജീവിതത്തിലെ സകല കുറവുകളും അപ്രത്യക്ഷമാകും. The wilderness in your life will be filled with living water. നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിക്ക് സമമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ അവസ്ഥകളെ ദൈവം ജീവജലത്താൽ നിറയ്ക്കും. Today God is prepared to pour out His blessing rain upon you and fill you with His Spirit. ഇന്ന് ദൈവം തന്റെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാനും നിങ്ങളുടെ മേൽ അനുഗ്രഹമായി ചൊരിയുവാനും ആഗ്രഹിക്കുന്നു. To empower you for His service. കർത്തൃസേവയ്ക്കായി നിങ്ങളെ ശാക്തീകരിക്കുന്നതിന്. Do you want that for yourself? നിങ്ങൾക്ക് ആ അനുഗ്രഹം വേണമോ? For a few minutes shall we ask God to fill us with His Spirit. ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. Lord Jesus, we ask you to fill us with your Holy Spirit, Lord. യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. We want you to cover us completely with yourself, Lord. കർത്താവേ, അങ്ങയാൽ അങ്ങ് ഞങ്ങളെ പൂർണ്ണമായി മൂടി മറയ്ക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Lord, whatever gifts you've given to your children, I pray that you will reveal it to them right now. കർത്താവേ, അങ്ങ് അങ്ങയുടെ മക്കൾക്ക് എന്തെല്ലാം കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നുവോ അത് അങ്ങ് അവർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു. Open the right doors for them, Lord. കർത്താവേ, അവർക്ക് അനുയോജ്യമായ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. For them to go and serve the people. അവർക്ക് പുറപ്പെട്ടുപോയി ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. To prepare the world for your coming, Lord. അങ്ങയുടെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുന്നതിനായി അവർക്ക് വാതിലുകൾ തുറന്നു കൊടുക്കണമേ. Right now, will you dedicate yourself for this service? ഇപ്പോൾ ഈ സേവയ്ക്കായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? And will you ask Him to fill you with the Spirit? ഇപ്പോൾ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങൾ ദൈവത്തോട് യാചിക്കുമോ?
Right now, the presence of the Lord is here. ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Come on, ask Him. Come on, ask Him. വരൂ, നിങ്ങൾ ദൈവത്തോട് യാചിക്കുവിൻ, യാചിക്കുവിൻ. Lord, fill me, Lord. കർത്താവേ, എന്നെ നിറയ്ക്കണമേ. Fill me with the gifts of the Holy Spirit, Lord. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ എന്നെ I want to നിറയ്ക്കണമേ. serve you, Lord. അങ്ങയെ സേവിക്കുന്നതിനു വേണ്ടി I want to prophesy. എനിക്ക് പ്രവചിക്കണം. I want the gift of wisdom. എനിക്ക് ജ്ഞാനത്തിന്റെ കൃപാവരം സ്വന്തമാക്കണം. I want the gift of faith. എനിക്ക് വിശ്വാസം എന്ന കൃപാവരം വേണം. I want the gift of healing. എനിക്ക് രോഗശാന്തി വരം സ്വന്തമാക്കണം. I want the gift of tongues. എനിക്ക് അന്യഭാഷാവരം പ്രാപിക്കണം. I want to interpret the tongues. എനിക്ക് വ്യാഖ്യാനവരം ആവശ്യമാണ്, അതെനിക്ക് വേണം. I want the gift of discerning of spirit. എനിക്ക് ആത്മാക്കളുടെ വിവേചനവരം വേണം. Fill me, Lord. എന്നെ നിറയ്ക്കണമേ, Fill me, Lord. എന്നെ നിറയ്ക്കണമേ. All the gifts, fill me, Lord. സകല കൃപാവരങ്ങളാലും എന്നെ നിറയ്ക്കണമേ. Thank Him and receive His Holy Spirit that is filling you right now. ദൈവത്തോട് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. ദൈവം തന്റെ ആത്മാവിനാൽ ഇപ്പോൾ നിങ്ങളെ നിറയ്ക്കുന്നു. Jesus, come and fill your people, Lord. യേശുവേ, അങ്ങ് വന്ന് അങ്ങയുടെ ജനത്തെ നിറയ്ക്കണമേ. Fill your people, Lord. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് നിറയ്ക്കണമേ. Let them be filled with your presence, Lord. അവർ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറഞ്ഞിരിക്കട്ടെ. Thank you for your promise for today. കർത്താവേ, അങ്ങ് നൽകിയ വാഗ്ദത്തത്തിനായി നന്ദി. We commit ourselves to your ഞങ്ങൾ care. ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.